മലമ്പുഴ ഉദ്യാനത്തിലെ താൽക്കാലിക ശുചീകരണ തൊഴിലാളികളെ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധം. മലമ്പുഴ ഉദ്യാന കവാടത്തിന് മുന്നിലാണ് സ്ത്രീ തൊഴിലാളികൾ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. മലമ്പുഴ ഡാമിലും ഉദ്യാനത്തിലും സന്ദർശനത്തിനെത്തിയ വിനോദസഞ്ചാരികളെ കടത്തിവിട്ടില്ല. സമരം തുടർന്ന സ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. 2 ദിവസം മുമ്പാണ് പ്രത്യേക കാരണങ്ങൾ ഒന്നുമില്ലാതെ പിരിച്ചുവിട്ടുകൊണ്ട് നോട്ടീസ് പതിച്ചതെന്ന് സ്ത്രീ തൊഴിലാളികൾ പറഞ്ഞു. INTUC-യുടെ നേതൃത്വത്തിലാണ് തൊഴിലാളികൾ പ്രതിഷേധം സംഘടിപ്പിച്ചത്. 2 ദിവസം മുൻപാണ് 60 കഴിഞ്ഞ താൽക്കാലിക ശുചീകരണ തൊഴിലാളികളെ പിരിച്ചുവിട്ടതായി മലമ്പുഴ ഇറിഗേഷൻ അധികൃതർ നോട്ടീസ് പതിച്ചത്. യാതൊരു ആനുകൂല്യങ്ങളുമില്ലാതെയാണ് പിരിച്ചുവിടൽ. 60 വയസ്സ് കഴിഞ്ഞ 96 സ്ത്രീ തൊഴിലാളികളെയാണ് ഇത്തരത്തിൽ യാതൊരു അറിയിപ്പുമില്ലാതെ പിരിച്ചുവിട്ടുകൊണ്ട് നോട്ടീസ് ഇറക്കിയത്. 60 വയസ്സു കഴിഞ്ഞവരെ മുഴുവനായും അറിയിപ്പില്ലാതെ പിരിച്ചുവിടുകയാണെന്നും ഇത്രയും കാലം ഇവിടെ പണിയെടുത്തിട്ട് ഇപ്പോൾ പിരിച്ചുവിട്ടാൽ എങ്ങനെ ജീവിക്കുമെന്നറിയില്ലെന്നും സ്ത്രീ തൊഴിലാളികൾ പറഞ്ഞു. ഞങ്ങളെ പിരിച്ചുവിടാൻ ഒരു നോട്ടീസ് അയച്ചിട്ടില്ല. പെട്ടെന്ന് ഒരു ദിവസം ചുമരിലോട്ടി പറഞ്ഞാൽ ഞങ്ങൾ എന്താ കാട്ടുക? ഞങ്ങൾ അതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ. 10-35 കൊണ്ടുപോയി അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് 13 പണി 2 മാസത്തിൽ ഒരിക്കലും ഞങ്ങൾക്ക് തരുന്നത്. ഇപ്പം അതും ഇല്ല പറഞ്ഞ് പോയിട്ട് ഒട്ടിച്ചാൽ ഞങ്ങളത് കാണിക്കുക. ഇതുകൊണ്ട് ഞങ്ങൾ ജീവിക്കേണ്ടത് ഞങ്ങൾക്ക് പണി വേണം. 70 വയസ്സ് വരെ പണി വേണം. എല്ലാം പിരിഞ്ഞു പോകണം. ഇവർക്ക് അതിനുള്ള പൈസയും വേണം. അല്ലാതെ ഞങ്ങൾ അങ്ങനെ ജീവിക്കും? ഇത്രയും കാലം ഞങ്ങൾ ഇതുകൊണ്ടാണ് കഴിഞ്ഞത്. 2 മാസത്തിൽ 13 പ്രവൃത്തി ദിനങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത്. ദിനം പ്രതി കിട്ടുന്ന 630 രൂപയായിരുന്നു ഏക ആശ്രയം. അതുകൊണ്ടാണ് വീട് കഴിയുന്നത്. പണിയെടുത്ത് വീട്ടിലേക്ക് പോയ ശേഷമാണ് ഇക്കാര്യം അറിയുന്നത്. ജോലി തുടരാൻ അനുവദിക്കണമെന്നും തങ്ങൾക്ക് ജീവിക്കണമെന്നും സ്ത്രീ തൊഴിലാളികൾ പറഞ്ഞു. പ്രായപരിധി കഴിഞ്ഞെങ്കിൽ മാന്യമായ നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകാൻ തയ്യാറാവണമെന്നാണ് ആവശ്യം. 60 വയസ്സാണ് പ്രായപരിധിയെങ്കിൽ ഇപ്പോൾ 65 വയസ്സായവർ വരെ ജോലി ചെയ്യുന്നുണ്ടെന്നും ഇത്രയധികം വർഷം കഴിഞ്ഞ് പെട്ടെന്നാണ് ഇത്തരമൊരു തീരുമാനമെന്നും ആരോപണമുണ്ട്. അടുത്ത ദിവസവും സമരം തുടരാനാണ് തീരുമാനം. ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഉപജീവനമാർഗം നഷ്ടമായതിന്റെ അങ്കലാപ്പിലാണിവർ. കാർ പാർക്കിംഗിൽ നിന്നും ജാഥയായി വന്നാണ് പിരിച്ചുവിട്ടവർ കവാടത്തിനു മുന്നിൽ ഉപരോധ സമരം നടത്തിയത്. അധികൃതരുടെ നടപടി അനുകൂലമല്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത UDF ചെയർമാൻ K. കോയക്കുട്ടി പറഞ്ഞു. ഉദ്യാനത്തിനു വേണ്ടി വയർപ്പ് ചിന്തിയ തൊഴിലാളികളെയാണ് ഒരു ദിവസം കൊണ്ട് ഇവർ ഈ ഉദ്യാനത്തിൽ നിന്നും തുടച്ചു മാറ്റാൻ പോകുന്നത്. ശക്തമായ സമരവുമായി INTUC-യും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ഇതിനായി മുന്നോട്ട് പോകും. ഇത്രയും കാലമായി ഇവർക്ക് PF-ഓ ESI-യോ ഒന്നും നടപ്പിലാക്കുന്നില്ല. ഒരു 20 തൊഴിലാളികൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാനുണ്ടെങ്കിൽ അവർക്ക് ESI, PF എന്ന് നടപ്പിലാക്കണമെന്ന് ഗവൺമെൻറ്റിൻ്റെ റൂൾ ഇരിക്കുമ്പോൾ തന്നെയാണ് ഈ ഉദ്യാനത്തിൽ ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ DTPC-യുടെ മേൽനോട്ടത്തിലുള്ള ഈ സ്ഥാപനത്തിൽ നഗ്നമായിട്ടുള്ള ഒരു ലംഘനം നടന്നുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിജു അധ്യക്ഷനായി. UTV ന്യൂസ്, പാലക്കാട്.